പരിശുദ്ധ അമ്മയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഏവർക്കും ദൈവമാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. യാക്കോബിൻ്റെ സുവിശേഷം എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ വായിച്ചറിയുന്നത്. കുഞ്ഞുങ്ങൾ ജനിക്കാത്തത് ദൈവശാപമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഇസ്രായേലിൻ്റെ കാലത്ത് പ്രായമേറെയായിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കാതിരുന്ന യോവാക്കീം, അന്ന എന്നീ ദമ്പതികൾ വളരെയേറെ ദുഃഖിച്ചിരുന്നു. ഒരിക്കൽ യോവാക്കീം ദൈവത്തിന് കാഴ്ചയർപ്പിക്കുവാനായി ദേവാലയത്തിലേക്ക് പോകുന്ന വഴി റൂബൻ എന്നൊരാൾ യോവാക്കീമിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിന് ഒരു സന്തതിയെ പ്രദാനം ചെയ്യുവാൻ കഴിയാത്ത നിന്റെ കാഴ്ച കർത്താവ് സ്വീകരിക്കുകയില്ല. ദുഃഖത്തോടെ യോവാക്കീം ഭവനത്തിലേക്ക് മടങ്ങി. തൻ്റെ ഭാര്യയെ തനിച്ചാക്കി യോവാക്കീം മരുഭൂമിയിലേക്ക് യാത്രയാകുന്നു. തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയ ദുഃഖത്തിൽ അന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഗബ്രിയേൽ മാലാഖ അന്നയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അന്ന, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും. വിവരമറിഞ്ഞ യോവാക്കീം ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു. അധികം താമസിക്കാതെ അന്ന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. രക്ഷകന്റെ അമ്മയായി തീരേണ്ടവളെ ദൈവം ഒരുക്കിയത് ഇങ്ങനെയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മയുടെ പലതരത്തിലുള്ള പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് നമുക്കും ഓർക്കാം. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ ദൈവമാതാവും ഉണ്ണിയേശുവും 3 തവണ പ്രത്യക്ഷപ്പെട്ടതായി വിശ്വസിക്കുന്ന കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണിയിലെ ആരോഗ്യമാതാ ദേവാലയം. വേളാങ്കണ്ണിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും ആളുകൾക്കുള്ള വിശ്വാസം വളരെ വലുതാണ്. 16-ാം നൂറ്റാണ്ടിലെ പരിശുദ്ധ അമ്മയുടെ 2 പ്രത്യക്ഷീകരണവും 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാൾ ഉൾക്കടലിലുണ്ടായ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് മാതാവ് പോർച്ചുഗീസ് നാവികരെ രക്ഷപ്പെടുത്തിയ സംഭവവുമാണ് വേളാങ്കണ്ണിയിൽ മാതാ ദേവാലയത്തിന് പിന്നിലുള്ള ചരിത്രം. 1570 മെയ് മാസത്തിൽ ഒരു ഇടയ ബാലൻ അടുത്ത വീട്ടിലേക്ക് പാൽ കൊടുക്കുവാൻ പോകുമ്പോഴാണ് ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. വഴിയരികിൽ ഒരു സ്ത്രീയെ ബാലൻ കണ്ടുമുട്ടി. ആ സ്ത്രീ കയ്യിലിരുന്ന കുഞ്ഞിന് നൽകാൻ കുറച്ച് പാൽ ചോദിച്ചു. ബാലൻ പാത്രത്തിൽ നിന്ന് അവർക്ക് പാൽ കൊടുക്കുകയും നടന്നു നീങ്ങുകയും ചെയ്തു. പറഞ്ഞ അളവിലുള്ള പാൽ കൊടുക്കുവാൻ സാധിക്കാത്തതിനാൽ വഴിയിൽ നടന്ന സംഭവം വീട്ടുകാരോട് വിവരിക്കാമെന്ന് കരുതിയ ബാലൻ അവിടെ എത്തി പാത്രം തുറന്നു. എന്നാൽ അത്ഭുതകരമായി പാത്രത്തിൽ നിറയെ നല്ല തണുത്ത പാൽ കാണപ്പെട്ടു. ഇതാണ് ിലെ ആദ്യത്തെ മരിയൻ പ്രത്യക്ഷീകരണം. ഇന്ന് ഈ സ്ഥലത്ത് ഒരു ചെറിയ ചാപ്പൽ പണി കഴിച്ചിട്ടുണ്ട്. അവിടെ ഒരു കുളവും ഉണ്ടായിരുന്നു. മാതാകുളം എന്നാണ് അതറിയപ്പെടുന്നത്. രണ്ടാമത്തെ മരിയൻ പ്രത്യക്ഷീകരണം നടന്നത് 1557 മാതാകുളത്തിൽ നിന്നും ഒരുപാട് അകലമൊന്നും ഈ സ്ഥലത്തിനുമില്ല. കയ്യിൽ ഒരു ആൺകുട്ടിയുമായി സുന്ദരിയായ ഒരു സ്ത്രീ തൈര് വിൽക്കുന്ന മുടന്തനായ ഒരു കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീയുടെ കയ്യിലിരുന്ന ആൺകുട്ടിക്ക് അല്പം തൈര് ചോദിച്ചു. അത് വാങ്ങി കുട്ടിക്ക് കൊടുത്ത ശേഷം ആ സ്ത്രീ തൈര് വിൽക്കുന്ന കുട്ടിയോട് നാഗപട്ടണത്തിലെ ഒരു മാന്യനെ കാണുവാനും ആ സ്ഥലത്ത് അവളുടെ ബഹുമാനാർത്ഥം ഒരു ചാപ്പൽ പണിയുവാനും ആവശ്യപ്പെട്ടു. കുട്ടി അതിവേഗം പുറപ്പെട്ടു. എന്നാൽ യാത്രയ്ക്കിടയിൽ അവൻ്റെ മുടന്ത് മാറുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധ അമ്മ നിർദ്ദേശിച്ച സ്ഥലത്ത് ഒരു ചാപ്പൽ നിർമ്മിക്കുകയും തമിഴ് ഭാഷയിൽ ആരോഗ്യമാത എന്ന നാമധേയം ചെയ്യുകയും ചെയ്തു. മക്കാവോയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പുറപ്പെട്ട ഒരു പോർച്ചുഗീസ് കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് കൊടുങ്കാറ്റിൽ അകപ്പെട്ടതാണ് 3ാമത്തെ സംഭവം. കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ കപ്പലിൽ വെച്ച് അതിലുണ്ടായിരുന്നവർ കടലിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിച്ചു. പെട്ടെന്ന് തന്നെ കൊടുങ്കാറ്റ് ശമിക്കുകയും കപ്പലിലുണ്ടായിരുന്ന 150 പേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഇത് സംഭവിച്ചത് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ദിവസമായ സെപ്റ്റംബർ 8 അതിൻ്റെ നന്ദി സൂചകമായി നാവികർ അതിമനോഹരമായി വേളാങ്കണ്ണി ദേവാലയം പുനർനിർമ്മിച്ചു. പിന്നീട് കടൽ മാർഗം അതിലൂടെ എപ്പോൾ വന്നാലും അവർ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോകുന്നു.
പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അമ്മയോട് ഒന്നു ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ സഹായവും സംരക്ഷണവും ഞങ്ങളോട് കൂടെ എന്നും ഉണ്ടായിരിക്കണം. ആമേൻ.